നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയ കാര്യം എങ്ങനെ നമുക്ക് 50 വാട്ട്സിൻ്റെ പാൽ ഉപയോഗിച്ചിട്ട് വീട്ടിലെ ലൈറ്റുകളെല്ലാം വർക്ക് ചെയ്യിക്കാം, അതുപോലെ നമുക്ക് ഫോണൊക്കെ എങ്ങനെ ചാർജ് ചെയ്യാമെന്നൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ തൊട്ട് മുമ്പത്തെ വീഡിയോ കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുക. അതുപോലെ 50 വാട്ട്സിൻ്റെ പാൽ ഉപയോഗിച്ചിട്ട് വീട്ടിലേക്ക് വേണ്ട ലൈറ്റുകളെല്ലാം വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പലർക്കും അത് വിശ്വസിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ ആദ്യമേ ചാടി കയറി ആദ്യമേ സോളാർ പാനലോ അല്ലെങ്കിൽ ബാറ്ററിയോ സോളാർ ചാർജ് കൺട്രോളറോ ഒന്നും മേടിക്കേണ്ട. നമുക്കിതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് DC LED ബൾബുകളാണ്. അപ്പോൾ ഈ ഒരു ബൾബൊക്കെ ഞാനിവിടെ ഉണ്ടാക്കിയെടുത്താണ്. അപ്പോൾ ഇങ്ങനെയുള്ള 12 വോൾട്ട് തെളിയുന്ന DC LED ബൾബുകളാകുമ്പോൾ ഇൻവെർട്ടറോ കൺവെർട്ടറോ ഒന്നും വേണ്ട. നമുക്ക് നേരിട്ട് 12 വോൾട്ടിൻ്റെ ബാറ്ററിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല വെളിച്ചമുണ്ട്, അതുപോലെ വലിയ കാര്യമായിട്ട് ബാറ്ററിയുടെ ചാർജിങ് കുറയില്ല. ചെറിയൊരു ബാറ്ററി പോലും നമുക്ക് ഇതുപോലുള്ള DC LED ബൾബുകൾക്ക് ഒരുപാട് സമയം തെളിക്കാൻ പറ്റും. അപ്പോൾ സോളാർ പാനലും സോളാർ ചാർജ് കൺട്രോളർ ബാറ്ററിയൊക്കെ മേടിക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഒരു 12 വോൾട്ട് തെളിയുന്ന DC LED ബൾബ് മേടിക്കുകയോ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുകയോ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു 12 വോൾട്ടിൻ്റെ DC LED ബൾബ് നിങ്ങൾ ഏകദേശം കുറച്ച് ദിവസമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഐഡിയയും കാര്യങ്ങളൊക്കെ കിട്ടും. ഇങ്ങനെയുള്ള ബൾബ് വളരെ കുറഞ്ഞ ആംബിയറിൽ വർക്ക് ചെയ്യും, ചെറിയ ബാറ്ററി മതി എന്നൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾ പാനലും കാര്യങ്ങളൊക്കെ മേടിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനെയുള്ള 12 വോൾട്ട് തെളിയുന്ന DC LED ബൾബുകൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ള ഡീറ്റെയിലൊക്കെയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് 12 വോൾട്ട് തെളിയുന്ന LED ബൾബ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ. അതുപോലെ 12 വോൾട്ടിൻ്റെ LED ചിപ്പ്, ഇത് ചില ഷോപ്പുകളിൽ കിട്ടാനുണ്ട്, അതല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. പിന്നെ ഇങ്ങനെയുള്ള ലൈറ്റ് ഉണ്ടാക്കാനുള്ള കിറ്റ്, അതിൻ്റെ ആ ഒരു പുറമേയുള്ള കവറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു കവറും കാര്യങ്ങളെല്ലാം നമുക്ക് DC ലൈറ്റ് ഉണ്ടാക്കാനും അതുപോലെ AC ലൈറ്റ് ഉണ്ടാക്കാനും ഉപയോഗിക്കാം. ലൈറ്റിനുള്ളിൽ ഉപയോഗിക്കുന്ന DOBക്ക് മാത്രമാണ് മാറ്റമുള്ളത്. ഇതിപ്പോൾ ഞാനിവിടെ കുറച്ച് നാൾ മുമ്പ് ഉണ്ടാക്കി വെച്ച ലൈറ്റിൻ്റെ പാർട്സ് അടിച്ചെടുത്തേക്കുവാണ്. ഇതൊക്കെ സാധാരണ കറണ്ട് തെളിയുന്ന 9 വാട്ട്സിൻ്റെ പല കമ്പനികളിലെ ലൈറ്റിൻ്റെ അതേ സെയിം പാർട്സ് തന്നെയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ 12 വോൾട്ടിൻ്റെ LED ചിപ്പ്. 12 വോൾട്ട് 9 വാട്ട്സിൻ്റെ LED ചിപ്പാണ്. അപ്പോൾ ഇങ്ങനെയുള്ള 12 വോൾട്ടിൻ്റെ LED ചിപ്പിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയിൽ കൊടുത്തേക്കാൻ മേടിക്കാനുള്ള. ഞാനിങ്ങനെയുള്ള LED ചിപ്പ് കൂടുതലായിട്ട് മേടിക്കുന്ന മീഷോയിൽ നിന്നാണ്. അതുപോലെ നമ്മുടെ DC ലൈറ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നേരിട്ട് ഈ ഒരു LED ചിപ്പ് എടുത്ത് ഹീറ്റ് സിങ്കിലേക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കരുത്. LED ചിപ്പിൻ്റെ ബാക്കിൽ ഇതുപോലെ തെർമൽ പേസ്റ്റ് അല്ലെങ്കിൽ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് എന്ന് പറയും, ഈ ഒരു പേസ്റ്റ് നന്നായിട്ട് LEDയുടെ ബാക്കിൽ തേച്ച് കൊടുക്കണം. അതുപോലെ ഇങ്ങനെയുള്ള ചെറിയ ബോട്ടിൽ തെർമൽ പേസ്റ്റിന് 10 രൂപയുള്ളൂ. അപ്പോൾ ഈ തെർമൽ പേസ്റ്റ് ഇങ്ങനെ LEDയുടെ ബാക്കിൽ തേക്കുന്നതിൻ്റെ ഉദ്ദേശം ഈ ഒരു ലൈറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ഹീറ്റ് ആവും. ഈ ഒരു ഹീറ്റ് കറക്റ്റായിട്ട് അടിയിൽ നമ്മൾ ഈ ഒരു LED പാനൽ സ്ക്രൂ ചെയ്ത് വെക്കുന്ന ഹീറ്റ് സിങ്കിലേക്ക് ഹീറ്റ് വലിഞ്ഞ് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ലൈറ്റ് എത്ര സമയം വേണമെങ്കിലും തെളിച്ചിടാം, ഹീറ്റായിട്ടൊന്നും കംപ്ലൈൻ്റ് ഒന്നും ആവില്ല. അപ്പോൾ നമ്മൾ അത്യാവശ്യം എല്ലാ സൈഡിലും നല്ലപോലെ ആക്കിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു LEDയുടെ ഹോളും കാര്യങ്ങളും അതുപോലെ നമ്മുടെ ഹീറ്റ് സിങ്കിൻ്റെ ഹോളും കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. അതിന് നമ്മൾ പ്രത്യേകിച്ച് വേറെ തുളയിടൊന്നും വേണ്ട. ഈ ഒരു LED ചിപ്പ് മേടിക്കാനുള്ള ലിങ്ക് വീഡിയോയിൽ കൊടുത്തേക്കാം. ഞാൻ കൂടുതലായിട്ട് മീഷോയിൽ നിന്നായിരുന്നു മേടിച്ചുകൊണ്ടിരുന്നത്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും കിട്ടും. നേരെ ഇങ്ങനെ കയറ്റിയിട്ട് ഈ വയറും കൂടി ഇട്ട് സോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ ഞാനിവിടെ ഇത് നേരത്തെ ഉണ്ടാക്കിയ ലൈറ്റിൽ വീണ്ടും ഒന്നുകൂടി ഉണ്ടാക്കി കാണിക്കുകയാണ് ചെയ്യുന്നത്. ഹോൾഡറിലേക്ക് ഇടുന്ന ആ ഒരു B22 ക്യാപ്പിൽ നേരത്തെ നമ്മൾ വയറൊക്കെ സോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ വേറെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. കറക്റ്റായിട്ട് ഇതുപോലെ സ്ക്രൂ ചെയ്ത് വെക്കുക, തെർമൽ പേസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു DOBയിൽ കറക്റ്റായിട്ട് അടയാളപ്പെടുത്തേണ്ട പ്ലസ് മൈനസ്, അതിലേക്ക് 12 വോൾട്ട് സപ്ലൈ കൊടുക്കുക. ഇത്രയുള്ള കാര്യം. ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത് ഈ ഒരു B22 ക്യാപ്പ്. നമുക്കിതിനകത്ത് പ്രസ് ചെയ്ത് വെക്കാൻ പ്രത്യേക മെഷീനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതുപോലെ പശ എന്തെങ്കിലും ഉപയോഗിച്ച് ഒട്ടിച്ചാൽ മതി. ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നതിൽ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ ടൈറ്റായിട്ടിരുന്നോളും. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ LED DOBയിലേക്ക് 2 വയറുകൾ സോൾഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല. നമ്മളിത് ഹോൾഡറിലേക്ക് ഇടുന്ന സമയത്ത് തെളിഞ്ഞില്ലെങ്കിൽ നേരെ തിരിച്ചിട്ടാൽ മതി. അപ്പോൾ ഇവിടെ അതൊന്നും നോക്കണ്ട. B22 ക്യാപ്പിൽ നിന്ന് വരുന്ന 2 വയർ ഈ ഒരു LEDയിലേക്ക് കണക്ട് ചെയ്താൽ മതി. ഇന്നത്തെ വേറെ ഡയോഡോ റെസിസ്റ്ററോ അങ്ങനെ ഒന്നും ഇടണ്ട, നേരെ നമുക്ക് ഇതിലേക്ക് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമുക്ക് ഇങ്ങനെയുള്ള 12 വോൾട്ട് തെളിയുന്ന DC LED ബൾബുകൾ ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ ഇങ്ങനെയുള്ള പുതിയ ലൈറ്റുകൾ ഉണ്ടാക്കാനുള്ള കവറും കാര്യങ്ങളും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. അതിന് കടയിലായിരിക്കും വിലക്കുറവ്, ഓൺലൈനായിട്ട് വില കൂടുതലാണ്. അതുപോലെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 2 കാര്യങ്ങൾ വിട്ടുപോയിരുന്നു കാണിക്കാൻ. ഒന്നാമത്തെ കാര്യം നമ്മളിവിടെ LED പിടിപ്പിച്ച ആ ഒരു റൗണ്ട് ഹീറ്റ് സിങ്ക്, അത് പ്രസ് ചെയ്ത് വെക്കുന്ന കാര്യം വിട്ടുപോയി കാണിക്കാൻ. അതുപോലെ B22 ക്യാപ്പിലേക്ക് വയർ സോൾഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോയും. അതുപോലെ ലൈറ്റിനെ പുറമേയുള്ള ഈ കവറും കാര്യങ്ങളും പുതിയത് മേടിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ കറണ്ട് തെളിയുന്ന 9 വാട്ട്സ് LEDയുടെ പുറമേയുള്ള കവറും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ 12 വോൾട്ട് തെളിക്കാനുള്ള DC LED ബൾബിൻ്റെ പണിയും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. ഇനി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ലൈറ്റുകൾ നമുക്ക് ചെറിയൊരു ബാറ്ററിയിൽ പോലും ഒരുപാട് സമയം തെളിക്കാൻ പറ്റും. അതുപോലെ നമുക്കിത് തെളിക്കാനായിട്ട് ഇൻവെർട്ടറോ കൺവെർട്ടറോ ഒന്നും വേണ്ട, നമുക്ക് ബാറ്ററി മാത്രം മതി. അപ്പോൾ സോളാർ പാനലൊക്കെ മേടിക്കാൻ മുമ്പായിട്ട് ഇങ്ങനത്തെ ലൈറ്റ് ഓർണം സംഘടിപ്പിച്ച് കുറച്ച് ദിവസം ഈ ലൈറ്റ് ഒന്ന് തെളിച്ച് നോക്കുക. വണ്ടികളുടെ ബാറ്ററിയോ ഏതായാലും ഒരു 12 വോൾട്ടിൻ്റെ ബാറ്ററിയിൽ നിന്ന് കുറച്ച് ദിവസം ഉപയോഗിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയുള്ള ലൈറ്റുകളാണ് നമുക്ക് ചെറിയ സോളാർ പാനൽ ഉപയോഗിച്ച് ഒരുപാട് സമയം ചെറിയ ബാറ്ററിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പോൾ നിങ്ങളുടെ നിലവിൽ 12 വോൾട്ടിൻ്റെ ബാറ്ററി അല്ലെങ്കിൽ കുറഞ്ഞ ചിലവിൽ ലിഥിയം ബാറ്ററി പാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ കുറച്ച് മുമ്പ് വിട്ടുപോയ കാര്യം ഇതായിരുന്നു. ഈ ഒരു റൗണ്ട് ഹീറ്റ് സിങ്ക് ഈ രീതിയിൽ ഇറക്കിയിട്ട് നേരെ പ്രസ് ചെയ്താൽ മതി. ഇതിപ്പോൾ നമ്മളൊന്ന് ഉപയോഗിച്ച് ലൈറ്റാണ്ട് വേഗം കറക്റ്റായിട്ട് ഇറങ്ങിപ്പോക്കോളും. പുതിയ ലൈറ്റിൻ്റെ പീസൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ബലം കൊടുത്ത് അമർത്തിങ്ങിലാണ് ഇറങ്ങിപ്പോളും. അപ്പോൾ ഇതിനൊക്കെയുള്ള പഞ്ചിങ് മെഷീനുണ്ട്, അതിനൊക്കെ നല്ല റേറ്റുമാണ്. പിന്നെ നമുക്കൊരു കുറച്ച് ലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഞാൻ അടുത്തായിട്ട് എൻ്റെ വീട്ടിലെ ഒരു ഏകദേശം ലൈറ്റും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന സെറ്റപ്പ് കാണിച്ചു തരാം.
ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമേ തന്നെ മെയിൻ സ്വിച്ച് എല്ലാം ഓഫ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ തൊട്ട് താഴെയായിട്ട് 2 ഇൻഡിക്കേറ്റർ തെളിഞ്ഞിട്ടുണ്ടാവും ഒരു സ്വിച്ച് ബോർഡിൽ. അപ്പോൾ അതിലൊന്ന് AC ഇൻഡിക്കേറ്ററും AC വയറിംഗ് ഇൻഡിക്കേറ്ററും ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് DC ലൈറ്റിൻ്റെ ഇൻഡിക്കേറ്റർ. അപ്പോൾ DC ലൈറ്റിൻ്റെ ഇങ്ങനത്തെ ഇൻഡിക്കേറ്റർ ഒന്നും മേടിക്കാൻ കിട്ടില്ല, അത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്താണ്. ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്ന ഈ ഫോട്ടോയിലൊക്കെ ഉള്ള ലൈറ്റ് എല്ലാം അപ്പോൾ ഞാൻ ഈ രീതിയിൽ ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി ചെയ്തേക്കുന്നത് സോളാർ ചാർജ് കൺട്രോളിൻ്റെ 12 വോൾട്ട് DC ഔട്ട്. അവിടെ നിന്ന് 2 AC വയറിങ് ചെയ്തേക്കുന്ന ആ ഒരു സെയിം പൈപ്പിലൂടെ തന്നെ വലിച്ച് എനിക്ക് എവിടെയൊക്കെയാണോ 12 വോൾട്ടിൻ്റെ DC ലൈറ്റുകൾ വർക്ക് ചെയ്യേണ്ടത് അവിടെ എല്ലാം എത്തിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ തെളിഞ്ഞേക്കുന്ന ഈ ഒരു ലൈറ്റ് ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്താണ്. വീടിൻ്റെ ഫ്രണ്ടിലെ ആളെ കാര്യങ്ങളെന്ന് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തെളിയും. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ മറ്റൊരു വീഡിയോയിൽ കാണിക്കും. ഈ കാണുന്ന ഹാളിലെ സ്വിച്ച് ബോർഡാണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാ സ്വിച്ചും AC ലൈറ്റിൻ്റെ ഉണ്ട് DC ലൈറ്റിൻ്റെ എല്ലാ സ്വിച്ചും ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തെളിയുന്ന എല്ലാം DC ലൈറ്റുകളാണ്, 12 വോൾട്ടേ തെളിയുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഒരു റൂമിൽ 2 ലൈറ്റ് ആണെങ്കിൽ ഒരെണ്ണം DC തെളിയുന്ന രീതിയിലും ഒരെണ്ണം AC തെളിയുന്ന രീതിയിലും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഇനി റൂമുകളിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ അങ്ങനെ തന്നെയാണ്, 2 ലൈറ്റാണ് ഒരു റൂമിൽ. അപ്പം ഒരെണ്ണം കറണ്ട് തെളിയുന്ന രീതിയിലും ഒരെണ്ണം 12 വോൾട്ടേ തെളിയുന്ന രീതിയിലാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ 12 വോൾട്ടേ തെളിയുന്ന ലൈറ്റുകൾ മാത്രമാണ് തെളിച്ച് കാണിക്കുള്ളൂ. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എൻ്റെ വീട്ടിൽ ഏകദേശം 2.5 വർഷമായിട്ട് ഇതേ രീതിയിലാണ് ലൈറ്റുകളൊക്കെ വർക്ക് ചെയ്യുന്നത്. അതുപോലെ നമുക്കിങ്ങനെ 12 വോൾട്ടേ വർക്ക് ചെയ്യുന്ന സീലിംഗ് ഫാനും മേടിച്ചിടാൻ പറ്റും, അതും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് 50 വാട്ട്സിൻ്റെ പാനൽ പോരെ, കുറച്ചിങ്ങനെ കപ്പാസിറ്റി കൂടിയ പാനലും അതുപോലെ ബാറ്ററിയും വലുത് വേണ്ടി വരും. എല്ലാ റൂമൊന്നും കാണിക്കുന്നില്ല, വീടിൻ്റെ മുകളിൽ ഒരു റൂമുണ്ട്. അപ്പോൾ അവിടെയും ഞാൻ ഇതുപോലെ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, പെയിൻ്റൊക്കെ അടിച്ച് തീർന്നിട്ടില്ല. അത്യാവശ്യം എല്ലായിടത്തും ഞാൻ ഇതേ രീതിയിൽ തന്നെ DC ലൈറ്റാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ നമുക്കിങ്ങനെ DC വയറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിച്ചത് സാധാരണ നോർമൽ AC വയറിങ്ങിന് ഉപയോഗിക്കുന്ന അതേ വയർ തന്നെയാണ്. അതുപോലെ പെയിൻ്റ് അടിയും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇതെല്ലാം ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നത്. പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത DC ലൈറ്റാണ്. ഇങ്ങനെയുള്ള ലൈറ്റുകൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അത്യാവശ്യം പൈസ കൂടുതലാണ്, 130 രൂപയ്ക്കാണ് ഒരു ലൈറ്റിന്. അതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. അതുപോലെ ഇവിടെ സ്ക്വയർ ആകൃതി കാണുന്ന ഈ ഒരു ലൈറ്റ്, ഇതാണ് ഞാനിവിടെ ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ സെറ്റ് ചെയ്ത DC ലൈറ്റ്. അന്ന് ഞാൻ ബൾബ് പോലെയൊന്നും അല്ലാണ്ട് ഉണ്ടാക്കിയെടുത്ത് ഈ രീതിയിലൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയെടുത്തത്. അതുപോലെ നമ്മുടെ ഈ ഒരു സോളാർ ചാർജ് കൺട്രോളിൽ നിന്ന് ഔട്ട് പോകുന്ന വയറാണ് ഈ കാണുന്നത്. ഈ ഒരു വയറിൽ നിന്നാണ് എല്ലാ റൂമുകളിലേക്കും 12 വോൾട്ടായിട്ട് ലൂപ്പ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. അതുപോലെ ഇങ്ങനെയുള്ള ചെറിയ സോളാർ പാനൽ വഴി നമുക്കിങ്ങനെ ലൈറ്റൊക്കെ തെളിക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് ഏകദേശം 3 വർഷം മുമ്പാണ്. എൻ്റെ കൂടെ +1 +2 ഒക്കെ പഠിച്ചൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അജയ് എന്നാണ് പേര്. അപ്പോൾ അവൻ്റെ വീട് വേളൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു, ഉൾപ്രദേശമാണ്, ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർക്ക് കറണ്ട് കിട്ടിയിട്ട് ഏകദേശം ഒരു 4 വർഷമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് കറണ്ട് കിട്ടുന്നതിന് മുമ്പ് ചെറിയ സോളാർ പാനൽ ഉപയോഗിച്ചായിരുന്നു ലൈറ്റൊക്കെ തെളിക്കുന്നത്. അപ്പോൾ അവർക്ക് കറണ്ടെല്ലാം കിട്ടിക്കഴിഞ്ഞ് വയറിങ്ങിന് ഞാൻ അവരുടെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ അങ്ങനെ അവരുടെ വീട്ടിൽ വയറിങ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഹാളിലും അതുപോലെ സിറ്റ് ഔട്ടിലും അടുക്കളയിലും മാത്രമായിട്ട് അവർ നേരത്തെ ഉപയോഗിച്ച DC ലൈറ്റിനും കൂടെയുള്ള പോയിന്റ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു. അപ്പോൾ അവരിൽ നിന്നാണ് ഞാൻ ഈ ഒരു കാര്യം മനസ്സിലാക്കിയത്. പിന്നീട് ഞാനും വീട്ടിൽ ചെറിയൊരു 50 വാട്ട്സിൻ്റെ സോളാർ പാനൽ വാങ്ങി. കറണ്ടൊക്കെ ഇല്ലാത്ത സമയത്ത് ഫോണൊക്കെ ചാർജ് ചെയ്തെടുക്കാനുള്ള ഒരു ഉദ്ദേശത്തോടെയായിരുന്നു ഞാൻ വാങ്ങിയത്. കുറച്ച് നാൾ അങ്ങനെ ഉപയോഗിച്ചു. പിന്നീട് ഞാൻ അവരുടെ വീട്ടിൽ ചെയ്ത അതേ രീതിയിൽ തന്നെ എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്തു. പിന്നീട് അതിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് നമ്മുടെ മെയിൻ ചാനലിൽ അപ്ലോഡ് ചെയ്തു. അങ്ങനെയാണ് ആ ഒരു ചാനലൊക്കെ ക്ലിക്കായി വന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. അതുപോലെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ലിങ്ക് വീഡിയോയിൽ കൊടുത്തേക്കാം, അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഈ കാണുന്ന വഴി കൂടെയാണ് അവൻ്റെ വീട്ടിലേക്ക് പോകേണ്ടത്. വഴിയൊക്കെ എല്ലാം തന്നെ വളരെ മോശമാണ്. വലിയ മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ കടന്നു നടക്കാനും ബുദ്ധിമുട്ടാണ്. അതുപോലെ ഈ വഴി കൂടെ കൂടുതലായിട്ടും ജീപ്പ് മാത്രമാണ് പോകുള്ളൂ, ഓട്ടോയൊന്നും പോകില്ല, ഓട്ടോയോ കാറൊന്നും പോകില്ല. അതുപോലെ ആളുകളും വളരെയധികം കുറവാണ്, 6-7 വീടുകളൊക്കെ ഉള്ളൂ. അങ്ങനെ നമ്മളൊരു വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ നടന്നു വന്നിരുന്നു ഈ വഴി കൂടെ. ഇപ്പോൾ ഇവിടെയുള്ളവരൊക്കെ കൂടുതലായിട്ടും നടന്ന് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2 വീലറൊക്കെ ആണെങ്കിലും ഓടിച്ചു പോകുന്ന വളരെയധികം ബുദ്ധിമുട്ടാണ്. വഴിയിലേക്ക് മിക്കയിടത്തും ചെളിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വഴിയുടെ അവസ്ഥ ഈ കാണുന്ന രീതിയിലാണ് മിക്കവാറും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് അയച്ചാൽ മതി. അതുപോലെ 12 വോൾട്ടിൻ്റെ LED ചിപ്പ് വാങ്ങാനുള്ള ലിങ്കും ഈ വീഡിയോയിൽ കൊടുത്തേക്കാം.